മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന സമത്വസുന്ദര ലോകം, അതാണ് സ്വപ്നം. കാരാഗൃഹത്തിൻ്റെ ഇരുട്ടുമുറികൾ പോലും ഉല്ലാസകേളികളുടെ പുതുനിലമായി മാറുന്ന അത്തരമൊരു ലോകത്തെ വരവേറ്റുകൊണ്ട് തുടങ്ങട്ടെ. ജയിലുകളെക്കുറിച്ചുള്ള പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ മാറിവരികയാണ്. ഗോതമ്പുണ്ട മാറി ചപ്പാത്തിയും ചിക്കനും വന്നു. തിന്നുതീരാത്ത ചപ്പാത്തി പുറത്ത് വിൽക്കാൻ തുടങ്ങി. തുറന്ന ജയിൽ യാഥാർത്ഥ്യമായി. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ കോയിൻ ബോക്സുകൾ സ്ഥാപിച്ചു. ഇതുപോരാ, CPIM-ന് ചില നിർദ്ദേശങ്ങളുണ്ട്. ആഭ്യന്തര വകുപ്പിന് ചില പദ്ധതികളുമുണ്ട്. നാടിന് വേണ്ടപ്പെട്ടവർക്കുള്ള ഇടക്കാല വിശ്രമ കേന്ദ്രം കൂടിയാവണം അത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഒരു അരാജകത്വമാണ് നടക്കുന്നത്. ജയിലിൽ ജീവിക്കുന്നവർ മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ജയിലിൽ ജീവിക്കുന്നവർക്ക് ഒരു മാനുഷികമായ പരിഗണനകൾ എപ്പോഴും കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ. അവർക്ക് ജയിലുകളിൽ സ്വാതന്ത്ര്യവും ഒരു മനുഷ്യപരമായിട്ടുള്ള സംരക്ഷണവും നൽകണം എന്നുള്ളതാണ്. ജയിൽ പരിഷ്കരണത്തിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ ഞങ്ങൾ എടുക്കുകയാണ്. അത് നിങ്ങൾക്ക് പുറകെ കാണാം. എഴുന്നേൽപ്പിൻ നിങ്ങൾ തനി പട്ടിണി തടവുകാരെ, എഴുന്നേൽപ്പിൻ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ, നീതിബോധമാധിക്ഷേപിച്ചിടിനാദം മുഴങ്ങുന്നു. കൂടുതൽ നല്ലൊരു ലോകം പിറക്കുകയായി. ഉണർന്നുപോയി ഭൂമണ്ഡലം ഉയർന്നു കാണുമാറായി. പുതുതായി അടിത്തറയൊന്നിന്മേൽ കൊടുക്കുകിൽ ഇനി നമ്മെ പാരമ്പര്യ ചങ്ങലകൾ. അടിമകളല്ലിനി നാം അടിമകളെ, ഒന്നുമില്ലാത്തോരായിരുന്നല്ലോ നമ്മൾ ഇതുവരെ. ഇനിമേലിൽ തികച്ചും നാം എല്ലാമായിടും. സമരമീതൊടുക്കത്തെ നിൽക്കത്താൻ താൻ നിലക്കാരും സ്വതന്ത്രമാക്കിയിടും ലോകം മർദ്ദിതവർഗം. ഇതൊന്നും ഞാൻ കണ്ടതല്ല, ഇത് ജയിൽ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജയിൽ പരിഷ്കരണത്തിനുള്ള ഇത്തരം നടപടികൾ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതിനാവശ്യം തുറന്ന ചർച്ചയാണ്, മുഖം നോക്കാതെ പറയൽ. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാകുമ്പോൾ അഭിപ്രായം ആർക്കും പറയാം. ഒരുപാട് കാലത്തെ ഒരു വീർപ്പുമുട്ടലിന് ഒരു സമരം ഉണ്ടാക്കുകയാണ്. ഈ കേസിലെ പ്രതികൾ കഴിഞ്ഞ ഒരു വർഷമായി ജയിലിൽ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഭാര്യ വീട്ടിൽ പോലും ലഭിക്കാത്ത സുഖസൗകര്യം, തുള്ളിച്ചാടുന്ന കൊലക്കേസിലെ പ്രതികളെ ആകെ മൊത്തം ആ ചിത്രം കണ്ടാൽ ആ ജയിലിൽ അവർ നയിക്കുന്ന ജീവിതത്തിന്റെ സുഖം, സന്തോഷം ആ മുഖത്തും ആ ഭാവത്തിലും ആ ആക്ഷനിലും പ്രകടമാണ്. ഗവൺമെന്റ് അറിഞ്ഞില്ലേ? മാനസികാവസ്ഥയ്ക്ക് ഒരു വിഷമമില്ലെങ്കിൽ പ്രശ്നവും ഇല്ല. പിന്നെ നിയമസമാധാനം നമുക്ക് നേരെയായിരിക്കും. ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിക്കുക. എന്തിനാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്? അദ്ദേഹത്തിന് വിവരം കിട്ടാനാണോ, വിവരം ശേഖരിക്കാനാണോ? അദ്ദേഹത്തിന് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇൻഫർമേഷൻ പോയിട്ടുണ്ട്, രേഖപ്രകാരം. ഇതുവരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയാൽ CPM-നെ സഹായിക്കുന്ന നടപടികളല്ലാതെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ചില ആളുകൾക്ക് ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് ഇരിക്കട്ടെ എന്നുള്ളതാണ്. മോഹൻ മാഷ്ക്കപ്പുറത്ത് അന്വേഷണം പോകരുത് എന്ന് പറയുമ്പോൾ അത് എവിടെയാ പോകുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ മാധ്യമങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ TP ചന്ദ്രശേഖരന്റെ കേസുമായിട്ട് നിങ്ങൾക്കറിയാം. TP ചന്ദ്രശേഖരൻ കേസ് നടത്തിയതുപോലെ ഒരു കേസ് നടത്തിയത് ഇവിടെ ഈ മലബാറിന്റെ ചരിത്രത്തിൽ ഒരു കാര്യം എന്നോട് പറ. അത് അന്വേഷിക്കാൻ വേണ്ടി കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നത് കേരള പോലീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് CBI കൊടുക്കണമെന്നാണ്. അവിടത്തേക്ക് നീളുന്ന അന്വേഷണത്തെ അവിടം വെച്ചത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങൾ. ഇത് പറയുന്നത് കേട്ടാൽ ഏതാണ്ട് ഏറ്റവും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം TP ചന്ദ്രശേഖരൻ മാത്രമേ ഇവിടെ വധിക്കപ്പെട്ടുള്ളൂ എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലാണ്. കേരളത്തിലെ ഒരുപാട് കൊലപാതക ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏതെങ്കിലും കൊലപാതക ചരിത്രത്തിൽ ഒരു കേസ് ഇതുപോലെ രണ്ടായി തിരിച്ച് ഗൂഢാലോചന മറ്റൊരു തലത്തിൽ അന്വേഷിക്കാൻ വെച്ച ഏതെങ്കിലും ഒരു സമാനമായ കേസ് നിങ്ങളെ ഓർമ്മയിലുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ഇതിനു മുമ്പ് എത്ര കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട്? കണ്ണൂരിൽ മാത്രം 55 കൊലപാതകം 10 കൊല്ലം കൊണ്ട് നടന്നിട്ടുണ്ട്. യഥാർത്ഥ പ്രതികൾ ഇവിടെ പോയി. 5 കൊലപാതകം വടകര പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതിൽ യഥാർത്ഥ പ്രതികളോടെ പോയി. അപ്പോൾ യഥാർത്ഥ പ്രതികളെ പിടിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം. തിരുവഞ്ചൂർ ഇങ്ങനെ പലതും പറയും. കണ്ണൂരിൽ CPIM-നെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് സുധാകരനെ അറിയൂ. അതുകൊണ്ടാണ് ഇതു സംബന്ധിച്ച ഗൂഢാലോചന കൂടി അറിയണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത്. കോൺഫറൻസിന്റെ അന്വേഷണം CBIക്ക് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ എന്തേ കൊടുക്കാത്തത്? കേരളീയ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം അതാണെങ്കിൽ CBI കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആ ആവശ്യത്തിലൂടെ കേരള ഗവൺമെന്റിന് എതിരായ അഭിപ്രായം ഇല്ലല്ലോ. ഇങ്ങനെയൊന്നും സുധാകരനെ തൃപ്തിപ്പെടുത്താനാവില്ല.
ലാവ്ലിൻ കേസിലെ വിധി എങ്ങനെയാണ് വന്നതെന്ന കാര്യം നിയമം പഠിച്ച സുധാകരന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടുകൂടിയാണ് പരസ്പര സഹായം സംബന്ധിച്ച് സുധാകരൻ ഉത്തരം മുട്ടിക്കുന്ന വാദങ്ങൾ ഉയർത്തുന്നത്. ലാവ്ലിൻ കേസ് നിങ്ങളൊക്കെ കണ്ടില്ലേ? ലാവ്ലിൻ കേസിന്റെ അകത്ത് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ആ കേസിന്റെ വിധി വരുന്ന ദിവസം, വിധി വന്നപ്പോൾ പിണറായി വിജയൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഒരു 10-20 പേജുള്ള സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി വെച്ച സ്റ്റേറ്റ്മെന്റ് വായിക്കുകയായിരുന്നു. ആ കേസിന്റെ ആദ്യ ദിവസത്തെ നാൾ വരി മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങൾ അത് ഓർമ്മിച്ച് എഴുതി ഉണ്ടാക്കണമെങ്കിൽ ഒരാഴ്ചക്കാലത്ത് സമയം വേണം. ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ വരും എന്നുറപ്പില്ല ഇരുന്നുവെങ്കിൽ അങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തയ്യാറാക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാം ഈ കേസിൻ്റെ അകത്ത് വരാൻ പോകുന്ന വിധി ഇതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ സഹായങ്ങളും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും. ആരെ സഹായിക്കാനാണ്? CPM-നെ സഹായിക്കാനാണോ അല്ല ഞങ്ങളെ കോൺഗ്രസിനെ സഹായിക്കാനാണോ? ജുഡീഷ്യറി എക്സിക്യൂട്ടീവും രണ്ടാണെന്നറിയാൻ മേലാത്ത ആളുകൾ ആരാ? അത് ആനപ്പെട്ടു തമ്മിൽ തിരിച്ചറിയണ്ടേ? ഈ പോലീസ് നയത്തെ ഇനിയും നമ്മൾ പേറണോ? ഒരു സെക്കൻഡ് കേരളത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത 21 ബാർ ലൈസൻസ്, ആ 21 ബാർ ലൈസൻസ് കേരള ഹൈക്കോടതി റദ്ദാക്കിയപ്പോ അത് സുപ്രീം കോടതിയിൽ പോയി വാങ്ങാൻ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന് പണം കൊടുക്കുമ്പോൾ ഞാനൊരു കാഴ്ചക്കാരനാണ് കേരള ഹൗസിൽ. ഞാനും പോയി എന്തിനാണെന്നറിയോ? എന്റെ കേസ് നാളെ അട്ടിമറിക്കൂലേ പൈസ കൊടുത്തിട്ട്. എടക്കാട് അസംബ്ലി കേസ് ഞാൻ ജയിച്ചിരിക്കുന്ന കേസാണ്. അപ്പീൽ പോയിരിക്കുകയാണ്. ഓവരത് അപ്പീൽ സുപ്രീം കോടതിയിലാണ്, ഇത് ബെഞ്ചിലാണ്. അതുകൊണ്ട് ആ ബെഞ്ചിന്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ ഞാനും അവിടെ പോയി. എന്നിട്ടറിയോ അന്ന് 21 ലക്ഷം വാങ്ങിയത്. ഒരു സെക്കൻഡ് ഇപ്പൊ നടത്തിയ ടീം ഈ കഴിഞ്ഞ ഇലക്ഷന് വന്നത് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള വോട്ടേഷൻ ടീം. പിന്നെ അതിനെ പിടിച്ചിട്ട് CA-യും SP എല്ലാം പിടിച്ചിട്ട് കുത്തിയിരുന്നിട്ടല്ലേ ഈ നിലം ഇറക്കിക്കൊണ്ടില്ല. അതെന്ത് കോൺഗ്രസ് ആയിട്ട് എന്നാ ബന്ധം? ഞാൻ അങ്ങനത്തെ തലത്തിലുള്ള ആളല്ലെന്ന് അദ്ദേഹത്തിനും അറിയാൻ ഒത്തിരി സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഈ വിഴുപ്പുരങ്ങൾ ഇനിയും പോയി നടക്കണോ? ഒത്തിരി സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുൾ ഷുക്കൂർ കൊലക്കേസ് CBI-ക്ക് വിടാത്തത് ആരെ സഹായിക്കാനാണ്? ആ കേസിന്റെ ഓരോ സന്ദർഭത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ മേലിൽ നിന്ന് ചങ്ങലക്കെട്ട് പിടിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കാറുണ്ട്. ചില ആളുകൾക്ക് ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് ഇരിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പോലീസിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം? എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഉള്ള ആളല്ല. ഈ ഭരണം ഇനിയും സഹിക്കണോ? ഇതൊക്കെ തിളച്ച് ഇല്ലാത്ത വർത്താനം പറയാം. സംഗതി എന്തായാലും സുധാകരൻ സ്നേഹസമ്പന്നനാണ്. ആർക്കും വേണ്ടാത്ത ഭരണാധികാരികളെ എന്തു ചെയ്യാമെന്നതിനുള്ള രാഷ്ട്രീയ ഉപദേശവും സുധാകരൻ നൽകും. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും എന്നൊരു പഴമൊഴിയുണ്ട്. ആ നിലവാരത്തിലേക്ക് തിരുവഞ്ചൂർ പോകരുത് എന്ന് സഹോദര വിദ്യ ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. 50 കൊല്ലമുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയിട്ട് അല്പന ആരാന്നുള്ളത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ വിലയിരുത്തിയല്ല. പാർട്ടി പ്രവർത്തകർക്ക് സ്വന്തം എന്ന് തോന്നാത്ത ഒരു ഗവൺമെന്റോ സ്വന്തം എന്ന് തോന്നാത്ത ഒരു മന്ത്രിക്കോ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽപ്പില്ല, അതെത്ര വലിയവനായാൽ. ഞാൻ ശ്രീ AK ആൻ്റണിയുടെ ഒരു റോൾ മോഡലായിട്ട് കണ്ട് പ്രവർത്തിച്ച് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ നഖം മുതൽ മുടി വരെ കോൺഗ്രസ് സംസ്കാരം ഉള്ള ആളാണ്. ആ കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് കണ്ടുകിട്ട ഞാൻ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. പത്തരമാറ്റുള്ള ഒരു പശ്ചാത്തലമേ എനിക്കുള്ളൂ. ഈ പതിറ്റാണ്ടുകളായി ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കും പിടികിട്ടുകയില്ലേ? ഞാൻ ഈ വന്ന് കയറിയതെല്ലാം എൻ്റെ ഒരേ പാർട്ടിയിലൂടെ തന്നെയാണ്. എല്ലാവരും അറിയട്ടെ. പുതിയ കുട്ടികളൊരു പക്ഷേ ഇതൊന്നും അറിയല്ല, അതുകൊണ്ട് അവരും അറിയട്ടെ. ഞാൻ തീ കുരുത്തത് തന്നെയാണ്. ഞാൻ ഈ വെയിലത്തൊന്നും പാടുന്നതല്ല. തിരുവഞ്ചൂർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സംഘടനാ കോൺഗ്രസിനൊപ്പം പോയ സുധാകരൻ ഗോപാലൻ കമലം ജനതയിലൂടെ ചിമ്മിനിക്കൂടുമേന്തി കോൺഗ്രസിൽ തിരിച്ചെത്തുമ്പോൾ 80കളുടെ പകുതി പിന്നിട്ടിരുന്നു എന്ന്. വന്ന വഴി സുധാകരൻ മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത് അഴിമതി വിരുദ്ധ പോരാട്ടകാലമാണ്. ചൈനീസ് പാർട്ടി പ്ലീനത്തിൻ്റെ പ്രധാന പ്രഖ്യാപനം അതായിരുന്നു. ഉത്തര കൊറിയ അഴിമതിക്കാരായ 4 പേരെ പരസ്യമായി തൂക്കിലേറ്റി. പാലക്കാട് പ്ലീനാനന്തരം CPI-ഉം നടപടികൾ തുടങ്ങി. വർഗവഞ്ചകരെ പരസ്യ വിചാരണ ചെയ്യുകയാണ് ആദ്യപടി. കേരളത്തിന്റെ സ്വർണ്ണഖനിയാണ് കരിമണൽ. ഈ പ്രകൃതിയുടെ വരദാനം നമ്മുടെ മഹാനിധി തട്ടിയെടുക്കാൻ വേണ്ടി കഴുകൻ കണ്ണുകളും കഴുകൻ കൊക്കും ചുണ്ടുമായി ചിലർ ഇപ്പോഴും വട്ടമിട്ട് കേരളത്തിന്റെ പല ഭാഗത്തും പറക്കുന്നുണ്ട്. അവർക്ക്
അവർക്ക് പച്ച പരവതാനിയും ചുവന്ന പരവതാനിയും വെള്ള പരവതാനിയും വിരിക്കുവാൻ ചില രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ കൂട്ടുനിൽക്കുന്നതായി കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നു. CMRL നിലച്ചുപോയാൽ, പ്രവർത്തനം നിന്നുപോയാൽ DCCയുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കേവലം 345 തൊഴിലാളികൾ മാത്രമുള്ള ഒരു സ്വകാര്യ സ്ഥാപനം 350 ലക്ഷറി വാഹനങ്ങളിലായി 2000-ഓളം തൊഴിലാളികൾ നേരിട്ടും അതിലേറെ തൊഴിലാളികൾ പരോക്ഷമായും അനുബന്ധമായും ഒക്കെ ജോലിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആലുവയിലെ CMRL. കേവലം 345 തൊഴിലാളികൾ മാത്രം. ഇവിടെ വന്നത് 345 ലക്ഷറി വാഹനങ്ങൾ. സ്പോൺസേഡ് സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നടന്നത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. അതിനുവേണ്ടി കുടപിടിക്കാനും ആര് വന്നാലും അംഗീകരിക്കാൻ കഴിയില്ല.